മോൻ തന്നെ പറ, മോൻ സിഹിയോട് എത്ര സ്നേഹത്തിലാ ഇപ്പൊ നിക്കുന്നത്? സീതയുടെ കല്യാണം കഴിഞ്ഞാ സിഹി മോൾ ഒറ്റയ്ക്കാവോ മോനെ? അവളെ മോൻ പറഞ്ഞ് മനസ്സിലാക്കണം മോനെ. ഞാനോ? സീത മോനൊരു സ്ഥാനം തരുന്നുണ്ട്. മോൻ പറഞ്ഞ സിഹിയും കേൾക്കും, സീതയും കേൾക്കും. ആ ലോയറ് വളരെ നല്ല പയ്യനാ. അവനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാ നമ്മുടെ സീത സന്തോഷായിട്ടിരിക്കും. ആ പയ്യനെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നേ ഇല്ല. അവള് മോൻ പറഞ്ഞ എന്തായാലും കേൾക്കും. അവൾ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ ഞങ്ങളെ സഹായിക്കുമോ മോനെ? നോക്കൂ മോനെ, എനിക്കറിയാം ഫ്രണ്ട്സായിട്ടിരിക്കുമ്പോ ഇങ്ങനെയൊന്നും പോയി സംസാരിക്കാൻ സാധിക്കില്ല എന്നറിയാം. പക്ഷെ ഈ ഒരു സഹായം മോൻ ചെയ്താ സീത ജീവിതകാലം മുഴുവൻ സന്തോഷവതിയായിട്ടിരിക്കും. അവൾക്ക് എന്നും നിന്നെ ഓർമ്മയും ഉണ്ടാവും. സിഹി ഒറ്റയ്ക്ക് വളരുന്നത് ബുദ്ധിമുട്ടല്ലേ മോനെ? അവൾക്കൊരു തുണ വേണ്ടേ മോനെ? നിനക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ മോനെ, ഇല്ലെന്ന് പറയരുത്. ശരിയമ്മേ. നിനക്ക് നല്ലത് മാത്രമേ വരൂ മോനെ. സീതയുടെ ഭാവി നിന്റെ കയ്യിലുള്ളത്. എന്റെ കയ്യിലുള്ളപ്പോഴൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. ഗണേശോത്സവത്തില് സിഹിയുടെ കയ്യിലിരുന്ന് വരെ കൊണ്ടുപോയിട്ടില്ലേ നിങ്ങള്? എന്നിട്ട് ഇപ്പൊ വിളിച്ച് പൈസ താത്താന്ന് പറഞ്ഞാ ഞാൻ എവിടുന്ന് തരാനാ? നിന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ പൈസ ചോദിച്ചു വന്നിട്ടുണ്ടോ? നിന്റെ കയ്യിൽ ഒരു 500 രൂപ ഉള്ളപ്പോ എനിക്കൊരു 100 തരാൻ പാടില്ലേ? എന്തിനാ തരുന്നത്? എന്റെ ചേട്ടനായിട്ട് നിങ്ങൾ എന്താ എനിക്ക് വേണ്ടി ചെയ്തത്? തിരിച്ചു തരാന്നേ. എന്റെ അടുത്തില്ല. ബാങ്കിലുള്ളവര് പറഞ്ഞല്ലോ നിന്റെ PPF ആവശ്യത്തിന് ഫണ്ട് ഉണ്ടെന്ന്. ചേട്ടാ, ഞാനത് എന്റെ സിഹിക്ക് വേണ്ടി ചേർത്ത് വെച്ചേക്കുന്ന പൈസയാ. അതിന്റെ മേലും നിങ്ങളുടെ കണ്ണു പതിഞ്ഞോ? അതിന്ന് ഞാൻ ചില്ലി കാശ് പോലും എടുക്കില്ല. ഞാനതിന് തിരിച്ചു തരാന്ന് പറഞ്ഞില്ലേ? അത് തരാൻ കഴിയില്ല ഏട്ടാ. എന്റെ പ്രാണം പോയാലും കുഴപ്പമില്ല, അതിന്ന് 1 രൂപ ഞാൻ തൊടില്ല. സിഹിക്ക് വേണ്ടി ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ആകെയുള്ളത് ഈ ഒരു സേവിങ്സ് മാത്രം. പ്ലീസ് ഇവിടുന്ന് പോയിക്കോ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അത് പിന്നെ ഈ ഒരു പ്രാവശ്യം കൂടി എന്നെ ഒന്ന് സഹായിക്ക് പ്ലീസ് സീത. സീത, ഞാൻ പിന്നെ ആരോടാ ചോദിക്കുക? നീ അല്ലാതെ പിന്നെ ആരെ എനിക്കുള്ളത്? ചേട്ടാ. ഹായ് സീത മാഡം. എന്തുപറ്റി? ചേട്ടനും അനിയത്തിയും കൂടെ ബാങ്കിന്റെ മുമ്പിൽ എന്താ പണി? രണ്ടുപേരും ഒരുമിച്ച് ആദ്യമായിട്ടാ കാണുന്നത്.
നമസ്കാരം സാർ. സീതാ മാഡം, ഓൾ ഓക്കെ? സാർ അത് എന്റെ ലോണിന് സീതയാണ് ജാമ്യം നിന്നത്. ഈ ബാങ്കുകാർക്ക് ആക്രാന്തം, പൈസ താന്ന് പറഞ്ഞ് മനുഷ്യന് സൗകര്യം തരില്ലെന്നേ. സീതാ മാഡം, വീടിന്റെ പേരിലും ഇല്ലേ ലോൺ? ഇതൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്യുന്നേ? അവിടെ കയ്യിൽ പൈസ ഉണ്ട് സാറേ, ബാങ്കിൽ ഇട്ടിരിക്കുക. മകൾക്ക് വേണ്ടി സേവ് ചെയ്ത പൈസ അവളോട് ചോദിച്ചപ്പോ തരുന്നില്ലെന്നേ. നാണമില്ലടോ ആ കുഞ്ഞിന്റെ പേരിലുള്ള പൈസ ചോദിക്കാൻ. നിനക്ക് ബുദ്ധിയില്ലേ? ഛേ. സീതാ മാഡം, ഇയാള് ടെൻഷൻ ആവണ്ടടോ. ബാങ്കുകാരോടൊക്കെ ഞാൻ സംസാരിച്ചോളാം. ഓക്കെ? വീട്ടിലേക്കല്ലേ? വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സർ ഇല്ല, കുഴപ്പമില്ല. അത് കൊള്ളാലോ. സീതയെ കണ്ടിട്ട് ഞാൻ അങ്ങ് പോയി കളഞ്ഞ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടില്ല. സീത, പ്ലീസ് കം. ഇല്ല സർ, വേണ്ട, തിരക്കൊന്നുമില്ല എനിക്ക്. എന്റെ കാര്യം അങ്ങനെയാ. ഇന്ന് ഞാനും വണ്ടി എടുത്തില്ല. എന്നെ കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ കേട്ടോ. വാ സീതേ, സാർ അവിടെ വിടും. സാറ് നമ്മുടെ ആളാന്നേ. വാ. പ്ലീസ് വാ വാ, നാണിക്കൊന്നും വേണ്ട, വാ. വേഗം വന്ന് കയറി സാറേ. സാർ, ഇതെന്താ വർക്ക് ചെയ്യുന്നില്ലേ? പാട്ട് കേൾക്കുന്നില്ലല്ലോ. മുത്തശ്ശി, മുത്തശ്ശി. ഹായ് ഫ്രണ്ട്. സ്കൂളിൽ പോണേ നിനക്കിന്ന്? സ്കൂളിൽ ഒഴിവാ. എന്നെ കാണാനാണോ? പിന്നെ എന്താ ഇവിടെ നിൽക്കുന്നേ? അകത്തേക്ക് വാ. ഫ്രണ്ട്, എനിക്ക് അവൻ ഓഫീസിൽ പോകണ്ടേ? ഫ്രണ്ട്, അപ്പൊ നീ ഇന്ന് എന്റെ വീട്ടിലേക്ക് വരില്ലേ? മോളെ, ആ മുത്തശ്ശ. നിന്റെ റഫ് നോട്ട്ബുക്ക് റെഡി. എന്തു പേരാ ഇതിന്റെ മേലെ എഴുതണ്ടേ? സിഹി. SIHI. S capital. നോക്കുമോനെ,
മോൻ വന്നപ്പോ സിഹിക്ക് സന്തോഷമായ പോലെ ഇവരിന്നലെ ആ ലോയറോട് സംസാരിച്ച പിന്നെയാ ഒന്ന് സന്തോഷായത്. അതുവരെ മിണ്ടാതിരിക്കുകയായിരുന്നു. സിഹിയെ കാണാതായതിനും സീത ബെളഗാവിലേക്ക് പോകാനും ഇതിന്റെ എല്ലാം കാരണം താനാന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കായിരുന്നു മോനെ. നോക്കു മോനെ, ഇത് നീ ഓർമ്മയിൽ വെച്ചോ. സീതയുടെ കല്യാണം കഴിഞ്ഞാ ഞങ്ങൾക്ക് സമാധാനായിട്ട് മരിക്കാലോ. ചേച്ചേ, അങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണമ്മേ? സമയായെന്ന് തോന്നുന്നു. അകത്ത് വന്നിട്ടൊരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോ മോനെ. വേണ്ടമ്മേ, എനിക്ക് സമയമായി, ഞാൻ പോട്ടെ. സീത ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്നേ. കുഴപ്പമില്ലമ്മേ, ഞാൻ പിന്നീട് അവളോട് സംസാരിച്ചോളാം. ശരി മോനെ. ഞാൻ പോട്ടെ അമ്മേ. സിഹിയോട് ഒരു ബൈ പറഞ്ഞേക്കേ. ഒരു മിനിറ്റ്. മോനും എന്തോ പറയാൻ വേണ്ടി വന്നതല്ലേ? എന്താ മോനെ അത്? അത് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതില് വലിയ കാര്യമൊന്നുമില്ല. ശരി മോനെ. വരട്ടെ അമ്മേ, ബൈ. നല്ലൊരു ചെറുക്കൻ. സീത മാഡം, ഞാൻ പോയി വരാം. താങ്ക് യു സർ. ബൈ. സീത, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു.
എന്താടാ ചേട്ടൻ ഭയങ്കര ബിസിയാണല്ലോ. ഞാൻ ഫോൺ വിളിച്ച് എടുത്തോളൂ നിനക്ക്. ഇനി മുതല് നിന്റെ ഫ്രണ്ട് സീക്ക് കോൾ ചെയ്തിട്ട് എന്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കാനായിട്ട് ഞാൻ വോയിസ് നോട്ട് അയക്കാൻ പറയേണ്ടി വരും. അപ്പോഴേ വിളിക്കൂ, അല്ലടാ? നിന്നെയൊക്കെ നിന്നെ നിനക്കെന്ത് പറ്റി? നീ എന്തിനാ ഞാൻ ടെൻഷൻ അടിക്കുന്നത്? നിനക്ക് വല്ലതും പറയാനുണ്ടോ? ഉണ്ട്. നീ ഫോൺ റിസീവ് ചെയ്തിരുന്നെങ്കിൽ പറയാറുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? നിനക്കെന്ത് പറ്റി? നീ ഫോൺ എടുക്കാത്തത് കണ്ടപ്പോ നീ അവിടെ ആയിരിക്കുമെന്നാ ഞാൻ കരുതിയത്. എന്താടാ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നേ? ചിലപ്പോൾ നമുക്ക് ഒരുപാട് മുൻപോട്ട് പോയിട്ടേ മനസ്സിലാവും നേരത്തെ ഒരു ലെഫ്റ്റോ റൈറ്റോ എടുക്കായിരുന്നു എന്ന്. റോങ് റൂട്ടിലാണ് ഇപ്പൊ പോകുന്നത്. നേരത്തെ എല്ലാം ആലോചിക്കണമായിരുന്നു. ഡേയ്, നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്നെ വട്ടം കറക്കാൻ നിൽക്കല്ലേ? റാം ഇപ്പോഴും മലേഷ്യയിൽ തന്നെയാണ്. അവൻ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇവിടെയുള്ള റാം പുതിയ റാമാ. സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാം മറന്ന്. അതാ പ്രശ്നം. എല്ലാം മറന്നു. എന്റെ ലിമിറ്റ് എന്താണെന്ന് തന്നെ ഞാൻ മറന്നുപോയി. നീ എന്തായി ചെയ്യുന്നത്? പിന്നെ ആ മോഹിനിയുടെ കളി തുടങ്ങിയോന്ന് ഞാൻ നോക്കുവാ. അതുകൊണ്ടൊന്നും അല്ല എന്റെ ശോക. പിന്നെ എന്താ? സീത. കറക്റ്റ്. എന്ത് കറക്റ്റ്? സീതയുടെ കാര്യത്തിൽ നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. നീ വിചാരിക്കുന്ന കാര്യമല്ല. പിന്നെ ആ ലോയറ് വളരെ നല്ല പയ്യനാ. അവനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാ നമ്മുടെ സീത സന്തോഷായിട്ടിരിക്കും. ആ പയ്യനെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നേ ഇല്ല. അവള് മോൻ പറഞ്ഞ എന്തായാലും കേൾക്കും. അവൾ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ ഞങ്ങളെ സഹായിക്കുമോ മോനെ? പക്ഷെ ഈ ഒരു സഹായം മോൻ ചെയ്താ സീത ജീവിതകാലം മുഴുവൻ സന്തോഷവതിയായിട്ടിരിക്കും. സീതയുടെ ഭാവി നിന്റെ കയ്യിലുള്ളത്. എല്ലാവർക്കും ഓക്കെയാണത്. സിഹി സമ്മതിക്കാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് എന്ന നിലയിൽ നീ സമ്മതിപ്പിക്കണം. നീ എന്ത് പറഞ്ഞു? വെയിറ്റ് എ മിനിറ്റ്. ഈ ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നീ അതിന് തലയാട്ടി കാണുമല്ലേ? താ കൈ താ മോനെ, കൈ താ. കലിയുഗ ശ്രീരാമനാ നീ. മാത്രമല്ല മഹാത്യാഗിയാ നീ. പുണ്യ പരമാത്മാവാ നീ. സബാഷ്. ആഹാ, എന്തൊരു ഫ്രണ്ടാ നീ. മേലക്കേ എന്തോ ആവില്ലേ? അങ്ങനെ ആവുന്നുണ്ട് എനിക്ക്. ഇങ്ങനൊരു ഫ്രണ്ടിനെ ഏതൊരാൾക്കും ഏതൊരു ജന്മത്തിലും കിട്ടില്ല. എപ്പോഴാ സമ്മതിപ്പിക്കുന്ന അമ്മയും മോളെയും? ഓ, ആലോചിക്കുവാണോ എങ്ങനെ സമ്മതിപ്പിക്കാന്ന്? ഓ ഓ, ആവട്ടെ ആവട്ടെ. ഞാൻ ആ കല്യാണത്തിന് വന്ന് ഭക്ഷണം കഴിച്ച് ഫോട്ടോ എടുത്തിട്ട് പോവാം. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ആ വയസ്സായ ആ അമ്മ എന്നെ ഒരു മകനെ പോലെ കണ്ട് കൈകൂപ്പി പറയുമ്പോ ഞാനില്ല എന്നും പറഞ്ഞ് എനിക്ക് പോരാൻ പറ്റുമോ? പറയടാ. നോക്കടാ,
സീതയുടെ ലൈഫിലേക്ക് ഞാൻ ദേ ഇപ്പൊ വന്നതേ ഉള്ളൂ. പക്ഷെ അവർക്ക് സീതയെ വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. അവളുടെ കാര്യത്തിൽ എന്താണ് റൈറ്റ് എന്താണ് റോങ് എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ആ ലോയർ ഞാനെല്ലാം സമ്മതിച്ചടാ. ആ ലോയറിന് വേണ്ടി നിന്റെ ജീവിതം നീ നശിപ്പിക്കുകയോ? അവരോട് രണ്ടാളോടും എന്റെ വക ഓൾ ദ ബെസ്റ്റ് പറ.